2-ാം വർഷം. അവിടെ ഇപ്പം ജോലിച്ചാൻ മരിച്ചു, തമ്പിയുടെ ഭാര്യ മരിച്ചു, പിന്നെ ഈ അമ്മയുടെ രാജമ്മ ഇവിടെ ഉണ്ട്. രാജമ്മയാണ്, കുഞ്ഞുമോളുണ്ട്. ഒരു 3 പെണ്ണുങ്ങൾ. 2-ാമത്തെ ആ അതെ, അവര് അമേരൂര്. പുള്ളിക്കാരത്തിന്റെ മരുമകനാ സെൻട്രൽ എക്സൈസ് സൂപ്രണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തെന്നാ പറയുന്നത്. ട്രെയിൻ ട്രാക്കിൽ കിടന്നു ചിഹ്നമായിട്ട്. അല്ല, ഈ സാറാത്തിയുടെ അമ്മ കണ്ടിട്ടുണ്ടോ? പുള്ളിക്കാരത്തി ഇത്തിരി കൊച്ചു അനുസരിച്ചാ. ആണോ? പുള്ളിക്കാരത്തി പുള്ളി ശരത്തിന്റെ അപ്പനാണ് ഒരു ചാക്കോ. ചാക്കോ എന്ന് പറഞ്ഞാൽ വലിയമ്മച്ചിയുടെ കുന്നത്തിന്റെ അപ്പൻ. ചാപ്പച്ചേട്ടൻ. ചാപ്പച്ചേട്ടൻ നല്ല ഇങ്ങനെ ഒരു ഈ സറചരിത്തിയുടെ അപ്പൻ, സറചരിത്തിയുടെ അപ്പൻ തോമ ജോണിയുടെ ഒരു മകനില്ലേ, നീളക്കാരുണ്ട്. അത് ചുക്കറിയുടെ കടയായിരുന്നു. അത് രജുവാ, അവന്റെ ഇളയതാ. അവര് ഈ പറഞ്ഞ കുരുള മുഴുത്ത മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ ഈ മീൻ കച്ചവടം കൊട്ടയ്ക്കകത്ത് മീനും അടിച്ചിട്ട് കൊട്ടയുടെ അടിയിൽ പാള ഇങ്ങനെ പുറത്തേക്ക് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ കൊട്ടയ്ക്കകത്ത് ഈ മീനിന്റെ വെള്ളം വെള്ളം ഇങ്ങനെ ചാച്ച കടമ്പ കിടന്നപ്പോഴല്ലേ കൊടക്ക് കുത്തിയത് പറഞ്ഞേ? ചാച്ചനെ കടമ്പ കിടന്നപ്പോഴേ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് പാപ്പച്ച കൊട കൊണ്ടായിട്ട് കുത്തിയില്ലേ? അത് നേരത്തെ കയറിയേന് കടമ്പ. നേരത്തെ അതിന് തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ അമ്മച്ചിയും ഇങ്ങനെ നാളെ 6:30 സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ഇങ്ങനെ നമ്മൾ ഒരുപാടൊക്കെ പറയുന്നത്. ഞാൻ വള്ളത്തിൽ കളിക്കുന്ന കുഞ്ഞച്ഛൻ എൻ്റെ കൂടെ വരികയില്ല. എന്നാ പാപ്പച്ചനോട് പറഞ്ഞു, ഇവിടെ പാപ്പച്ചനോട് പോകാൻ പറഞ്ഞു. കുഞ്ഞിന് എന്നെ കഴിഞ്ഞ് 5 വയസ്സിന് മൂത്തതാണ്. എനിക്കിപ്പം ഈ ഡിസംബർ ആകുമ്പോൾ 90 ആവും.